الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിച്ചത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ സ്വാഭാവികമായും ഉണ്ടായിരിക്കുന്നതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്ത, തിരുമേനിയെ വെറുക്കുന്ന ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം സഹാബത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രകടമായിരുന്നു. എന്തിനേക്കാളുമേറെ അവർ ഇഷ്ടപ്പെട്ടിരുന്നത് തിരുമേനിയെ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കും നിർദ്ദേശങ്ങൾക്കുമാണ് അവര് മറ്റെല്ലാറ്റിനേക്കാളും മുൻഗണന കൽപ്പിച്ചിരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ അർപ്പിക്കാനും സ്വന്തം ജീവനെ അർപ്പിക്കാനും ജീവിതത്തിൽ വിലപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സമർപ്പിക്കാനും അവർ സന്നദ്ധരായിരുന്നു. നബി തിരുമേനിക്ക് ഒരു പോറലേൽക്കുന്നതും അവർക്ക് സഹിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കുന്നതോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും ചലനങ്ങൾ ആരിൽ നിന്നെങ്കിലും പ്രകടമാകുന്നതോ അവർക്ക് സഹിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറമായിരുന്നു. പല സന്ദർഭങ്ങളിലും ഈ പ്രവാചക സ്നേഹം അവരുടെ ജീവിതത്തിൽ നിഴലിച്ച് നിൽക്കുന്നതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും ഉയർന്നവർ, ഒന്നാംകടയിലുള്ളവർ മാത്രമല്ല, ഏറ്റവും സാധാരണക്കാരനായ ഒരു മുസ്ലിം, അതാണാവട്ടെ പെണ്ണാവട്ടെ, അവർക്കൊക്കെ ഈ രൂപത്തിലുള്ള ഒരു സ്നേഹവും ആദരവും ബഹുമാനവും പരിഗണനയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്നു എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്നതാണ്. സെയ്ദ് എന്ന് പറയുന്ന സഹാബിയെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്.
ഇസ്ലാമിന്റെ ആരംഭകാലത്തിലാണ്. ഏതെങ്കിലും ഒരാളെ പിടികിട്ടിയാൽ അയാളെ കൊന്നുകളയുക എന്നുള്ളത് പ്രത്യേകിച്ചും ചോദിക്കാനും പറയാനുമൊന്നും ആരും ഇല്ലാത്തവരോ ആ രൂപത്തിൽ സമൂഹത്തിലെ ദുർബലരോ ആയ വിഭാഗമാണ് എങ്കിൽ അവരെ കൊന്നുകളയുക എന്നുള്ളത് അവർക്ക് നിസ്സാരമായിരുന്നു. അങ്ങനെയുള്ള സെയ്ദ് എന്ന സഹാബിയെ കൊല്ലാൻ വേണ്ടി വിളിച്ചു വരുത്തി മുന്നിൽ ഹാജരാക്കിയപ്പോൾ അവർക്കൊരു തമാശ തോന്നി. സെയ്ദിനെ ഒന്ന് കളിയാക്കി കളയാം. അങ്ങനെ സെയ്ദിനോട് അവർ ചോദിക്കുകയാണ്, ഖുറൈശികളുടെ പ്രമാണിമാർ, സെയ്ദേ, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ ഞങ്ങൾ ശിക്ഷിക്കുകയും നിന്നെ സുരക്ഷിതനായി ഒഴിവാക്കി വിടുകയും ചെയ്താൽ അത് നിനക്ക് സമ്മതമാകുമോ? സെയ്ദിന്റെ മറുപടി, എന്റെ സ്ഥാനത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ കൊല്ലുന്നതല്ല, അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു വേദന പോലും അനുഭവപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. എന്റെ ജീവൻ അർപ്പിക്കുന്നതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും ഒരു നിസ്സാരമായ അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം. സാലൂഹു ഹൽ യുർളീക അന്നക സാലിമു വലക്കൻ നബിയ്യു ഫിദം മിനൽ ഇത്ലാഖി ഫഅജാബ കല്ലാ ലാ സലിംതു മിനർ റദാ വയുസാബ അൻഫു മുഹമ്മദിൻ ബിറുആഫി. സാലൂഹു, അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ യുർളീക അന്നക സാലിം, നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നത് നിനക്ക് ഇഷ്ടകരമാണോ? വലക്കൻ നബിയ്യു ഫിദം മിനൽ ഇത്ലാഖി, അതിന് പകരമായി നബിയെ ഞങ്ങൾ ഇവിടെ, മുഹമ്മദിനെ ഞങ്ങൾ ഇവിടെ പകരം കൊണ്ടുവന്ന് നിർത്തി നിന്നെ മോചിപ്പിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന് അദ്ദേഹത്തോട് അവർ ചോദിച്ചു. ഫഅജാബ കല്ലാ ലാ സലിംതു മിനർ റദാ വയുസാബ അൻഫു മുഹമ്മദിൻ ബിറുആഫി. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഇല്ല, ഒരിക്കലുമില്ല. എനിക്ക് അപകടം പറ്റാതിരിക്കുകയും ഞാൻ സുരക്ഷിതനായി രക്ഷപ്പെടുകയും ചെയ്യുക, മുഹമ്മദ് നബിക്ക് ഒരു ജലദോഷം ബാധിക്കുക, അതുപോലും എനിക്ക് ഇഷ്ടകരമല്ല എന്ന് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ ഒരു സഹാബിയുടെ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുചരന്റെ മാനസികാവസ്ഥയാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എത്രത്തോളം സ്നേഹമായിരുന്നു പ്രവാചകന്റെ നേരെ അവർക്കുണ്ടായിരുന്നത് എന്ന് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഒരു യുദ്ധം കഴിഞ്ഞ് സഹാബത്ത് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും മദീനയിൽ നിന്ന് പല കുടുംബങ്ങളിലെയും ആളുകൾ ഈ വരുന്ന ആളുകളെ തിരക്കി യുദ്ധത്തിന്റെ വാർത്തകൾ അറിയാൻ, വിശദാംശങ്ങൾ അറിയാൻ മദീനയുടെ പരിസര പ്രദേശത്തേക്ക് മുന്നോട്ട് വരും. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്. ആ വൃദ്ധയായ സ്ത്രീയുടെ ആൺമക്കളിൽ പലരും ഈ യുദ്ധത്തിൽ ഷഹീദുകളായിരിക്കുന്നു. അവരുടെ ഭർത്താവും ഷഹീദായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരും ഷഹീദുകളായിരിക്കുന്നു. ഇങ്ങനെ തന്റെ ഉറ്റവരും ഉടയവരുമെല്ലാം ഷഹീദുകളായ ഒരു സ്ത്രീയാണ് യുദ്ധത്തിന്റെ വർത്തമാനങ്ങൾ അറിയാൻ വേണ്ടി മദീനയുടെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക? സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ഒരു നിമിഷമായിരുന്നു അത്. അവരോട് എന്തു പറയും? അവരെ എങ്ങനെ ആശ്വസിപ്പിക്കും? ഭർത്താവ് മരിച്ചിരിക്കുന്നു, സഹോദരൻ മരിച്ചിരിക്കുന്നു, മക്കൾ മരിച്ചിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു? പക്ഷെ അവർ വന്നുകൊണ്ട് ചോദിക്കുന്നത് റസൂലുള്ളാഹിന്റെ വർത്താനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലതും ബാധിച്ചിട്ടുണ്ടോ?
തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ? ഇതാണ് ഇവർ ആദ്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പതുക്കെ പതുക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തില് അവരുടെ ഭർത്താവ് മരിച്ചതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സഹോദരന്മാർ മരിച്ചതിനെ സംബന്ധിച്ച്, മക്കൾ മരിച്ചതിനെ സംബന്ധിച്ച് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അവർക്ക് അറിയേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലതും ബാധിച്ചിട്ടുണ്ടോ എന്നാണ്. തിരുമേനിക്ക് യാതൊന്നും പറ്റിയിട്ടില്ല എന്ന് അറിഞ്ഞ സന്ദർഭത്തിലാണ് അവരുടെ പ്രതികരണം. ഇനി മറ്റെല്ലാം നിസ്സാരമാണ്. ആര് മരിച്ചിട്ടുണ്ട് എങ്കിലും അതൊക്കെ റസൂലുള്ളാഹിക്ക് ഒന്നും പറ്റിയിട്ടില്ല എങ്കിൽ എല്ലാം നിസ്സാരമാണ്, സഹിക്കാവുന്നതേ ഉള്ളൂ. സഹിക്കാൻ പറ്റാത്തത് റസൂലുള്ളാഹിക്ക് എല്ലാം പറ്റിയോ എന്നുള്ളത് മാത്രമാണ്. ഇസ്ലാമിക സമൂഹത്തിലെ സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ പ്രവാചകനോടുണ്ടായിരുന്ന, റസൂലുള്ളാഹിയോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ അളവാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അബൂ സുഫിയാൻ ഒരിക്കൽ പ്രതികരിച്ചത്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കമാ യുഹിബ്ബു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ, ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കമാ യുഹിബ്ബു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ, മുഹമ്മദിന്റെ ആളുകൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ. ഇതായിരുന്നു സഹാബ കിറാമിന്റെ നിലപാട് എന്ന് അവരുടെ ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നു. അവരുടെ ജീവിതം നമ്മോട് വിളിച്ചു പറയുന്നു. ഇതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ താൽപര്യവും യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ അവസ്ഥയും. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ഒരു സ്വാഭാവികമായ ഒരു സത്യാവസ്ഥ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാകണമെങ്കിൽ ഞാനായിരിക്കണം, അള്ളാന്റെ റസൂലായിരിക്കണം അവന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ആ അള്ളാന്റെ റസൂലിനെയും അള്ളാഹുവേയും അവന് ഏറ്റവും പ്രിയപ്പെട്ടതാവുക എന്നുള്ളത് ഈമാനിന്റെ താൽപര്യമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകൾ ആകുന്നത്. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ പ്രവാചകനെ വെറുക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് ഇസ്ലാമിക സമൂഹത്തിൽ സ്ഥാനമില്ല. അവനൊരു മുസ്ലിമല്ല. അവനെ മുസ്ലിമായിട്ട് അംഗീകരിക്കാനും സാധ്യമല്ല. അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹം, തിരുമേനിയോടുള്ള നമ്മുടെ ആദരവ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി പരിഗണിക്കുന്നു എന്നതിന്റെ താൽപര്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ സ്നേഹത്തിന്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ അത് ഈ റബീഉൽ അവ്വലായാൽ നമ്മൾ പ്രവാചകനെ സംബന്ധിച്ച് പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പലരും അങ്ങനെയാണ് ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത് സ്ഥാപിച്ചുകൊണ്ടും തെളിയിച്ചുകൊണ്ടും ഇരിക്കുന്നത്. റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിന്റെ മദഹോട് മദഹ്, റസൂലുള്ളാഹിനെ സംബന്ധിച്ചുള്ള പാട്ടുകളും ഗീതങ്ങളും കീർത്തനങ്ങളും, ഇത് ഒരു പൊതുശല്യമായി തീരുന്ന രീതിയിൽ അത്രയുമേറെ ഇന്നിങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഗ്രിബ് ആയാൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം തുടങ്ങുകയായി, ഇശാ നമസ്കാരത്തിന് ശേഷവും തുടരുകയായി. ഇങ്ങനെ പള്ളികളിൽ മൈക്കുകൾ വെച്ചുകൊണ്ടും ഉച്ചഭാഷിണികൾ ഉപയോഗിച്ചുകൊണ്ടും
പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള മൗലൂദുകളും തിരുമേനിയെ സംബന്ധിച്ചുള്ള മദ്ഹുകളും പാടിപ്പറഞ്ഞ് നടക്കുക എന്നുള്ളതാണ് ഈ ഹുബ്ബുർ റസൂലിന്റെ താൽപര്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് ഇസ്ലാമിക സമൂഹത്തിന് തന്നെ ദോഷം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമ്മുടേതുപോലെയുള്ള ഒരു അമുസ്ലിമീങ്ങളൊക്കെ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ അതൊരു പൊതുശല്യമായി തീരുകയും ചെയ്യുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയും പരീക്ഷയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. ഗവൺമെന്റ് സാധാരണഗതിയിൽ ഒരു പൊതുപരിപാടിക്കും അനുവാദം കൊടുക്കാത്ത ദിവസങ്ങളാണിത്. ഉച്ചഭാഷിണികൾ ഉപയോഗിച്ചുകൊണ്ട് പൊതുപരിപാടികൾ നടത്തുന്നതിന് ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കാറില്ല. വളരെ ശരിയുമാണ്, ന്യായവുമാണത്. കാരണം അത് ഈ ഭാവി തലമുറയുടെ വിദ്യാഭ്യാസത്തെ വളരെയേറെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊന്നും തന്നെ, പൊതുപരിപാടികൾക്കൊന്നും തന്നെ ഉച്ചഭാഷിണി ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കാറില്ല. പക്ഷെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുക, അതുപോലെയുള്ള പ്രാർത്ഥനകൾ, ഇതിലൊന്നും കാര്യമായി ഇടപെടാറില്ല. അത് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണ് എങ്കിലും പുറത്തേക്ക് ഉച്ചഭാഷിണികളൊക്കെ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എങ്കിലും അത് ഒരു സമുദായത്തിന്റെ ആചാരങ്ങളും ആരാധനാകർമ്മങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് എന്നതുകൊണ്ടും അത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കും എന്നതുകൊണ്ടുമൊക്കെ അതിലൊന്നും ആരും അങ്ങനെ ഇടപെടാറില്ല. പക്ഷെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മതവിശ്വാസത്തിന്റെയും ആരാധനാ സമ്പ്രദായങ്ങളുടെയും ഒക്കെ പേരിൽ ഈ രീതിയിൽ മറ്റുള്ളവർക്കും നമ്മുടെ കുട്ടികൾക്കും പോലും പൊതുശല്യമാകുന്ന രീതിയിൽ ഇങ്ങനെ പാട്ടുകളും കൂത്തുകളുമായി പള്ളികൾ, അവിടെ നമസ്കരിക്കാൻ വരുന്നവർക്ക് പോലും ശല്യമാണ്. സാധാരണഗതിയിൽ പള്ളിയിൽ വന്ന് നമസ്കരിച്ചു പോകുന്ന ആളുകൾക്ക് പോലും ശല്യമാകുന്ന രീതിയിൽ ഇങ്ങനെ മൗലൂദുകളും വിക്റുകളും അതുപോലെ പ്രാർത്ഥനകളുമായിട്ട് ഇരിക്കുക എന്നതും, അത് പള്ളിയിൽ പോലും ഒതുങ്ങാത്ത രീതിയിൽ യാതൊരു ആവശ്യവുമില്ലാതെ പള്ളിയുടെ പുറത്തേക്ക് തന്നെ മൈക്ക് വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടി അത് നിർബന്ധമായും കേൾപ്പിച്ചേ തീരൂ എന്ന രൂപത്തിലൊക്കെ ഇതാകുന്നത്, ഇത് എത്രത്തോളം മുസ്ലിം സമുദായത്തിനും ഇസ്ലാമിനും ഗുണകരമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സമുദായത്തിന് നേതൃത്വം വഹിക്കുന്ന ആളുകളും പണ്ഡിതന്മാരുമൊക്കെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചും അതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും അത് മുഖേന ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചിന്തിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകനെ സംബന്ധിച്ച് പാടിപ്പുകഴ്ത്തുകയും മദ്ഹുകൾ പറയുകയും അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ആദരണീയനാണ്, ബഹുമാന്യനാണ് എന്നൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്യുക എന്നതാണോ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്? അല്ല, അതിന് വേറെ ഒരു താല്പര്യവും വേറെ ഒരു വിവക്ഷയും വേറെ തരത്തിലുള്ള ചില പരിഗണനകളും ഉണ്ടോ എന്ന് തീർച്ചയായും തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലോ ഇങ്ങനെയുള്ള ഒരു വീരാരാധനയുടെയോ അല്ലെങ്കിൽ ഇങ്ങനെ മദ്ഹുകൾ പാടിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയെയോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയോ സഹാബികൾ അത് ചെയ്യുകയോ ഏറ്റവും നല്ല നൂറ്റാണ്ടുകളിൽ അതിന്റെ ഒരു മാതൃക നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയോ ചെയ്യുന്നില്ല. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജന്മദിനങ്ങൾ ആഘോഷിക്കുക എന്ന സംസ്കാരം ഒരു ഇസ്ലാമികമായ സംസ്കാരമായി ഇസ്ലാമിക സമൂഹം നൂറ്റാണ്ടുകളായി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ നമ്മളൊക്കെ ഓരോരുത്തരും അവരവരുടെ ജന്മദിനങ്ങളും അല്ലെങ്കിൽ മഹാത്മാക്കളുടെ ജന്മദിനങ്ങളും ഇമാമുകളുടെയും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ സഹാബിവര്യന്മാരുടെയും ഒക്കെ ജന്മദിനങ്ങളും മറ്റുമൊക്കെ ഒരു വലിയ വിശിഷ്ട കർമ്മമായി കൊണ്ട് മനസ്സിലാക്കുകയും ആചരിക്കുകയും അത് കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംസ്കാരം ഇസ്ലാമിക സമൂഹത്തിൽ കാണുന്നില്ല. ഇന്നും തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെയോ കുട്ടികളുടെ ജന്മദിനം കൊണ്ടാടുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമികമായ വീക്ഷണം എന്താണ് എന്ന് ഏതൊരു പണ്ഡിതനോടും ചോദിക്കുമ്പോൾ
ഒരു പണ്ഡിതനും അതൊരു ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മമാണ് എന്നോ ആ രൂപത്തിൽ അത് കൊണ്ടാടുന്നത് ഇസ്ലാം ഒരു മഹത്തായ ഒരു കർമ്മമായി മനസ്സിലാക്കുന്നു എന്നോ ഉത്തരം തരാൻ സാധ്യതയില്ല. അത് ഒരു ഇസ്ലാമിനോട് യോജിക്കാത്ത തരത്തിലുള്ള മറ്റൊരു സംസ്കാരത്തിന്റെ സ്വഭാവവും രീതിയുമാണ് എന്ന സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ജന്മദിനാഘോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിൽ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ആളുകളുടെയോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ മഹാത്മാക്കളുടെയോ ജന്മദിനങ്ങൾ തന്നെ നമുക്കറിഞ്ഞുകൂടാ. അത് സൂക്ഷിക്കുകയും അത് കൊണ്ടാടുകയും അത് ഓർമ്മിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരവും ഇസ്ലാമിക സമൂഹത്തിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തിരുമേനിക്ക് മുമ്പ് കഴിഞ്ഞുപോയതും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആദരവോടുകൂടി സ്മരിച്ചിരുന്നതുമായ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിലാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ആ ഇബ്രാഹിം നബിയുടെയോ അല്ലെങ്കിൽ ഇസ്മായിൽ നബിയുടെയോ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയോ ഒക്കെ ജന്മദിനത്തെ ഒരു വിശിഷ്ട ദിനമായി ആചരിക്കുന്ന സമ്പ്രദായം പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ ഒരു പുണ്യദിനമായിട്ട് കാണുകയും അതിനെ പ്രത്യേകമായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം സഹാബത്തിന്റെ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. താബഈകളുടെ ചരിത്രത്തിലും കാണാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 100-300 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിൽ വന്ന ചില പ്രത്യേക ചിന്താഗതിക്കാർ, പ്രത്യേകിച്ചും ഷിയാക്കളെ പോലെയുള്ള ഭരണാധികാരികൾ, അവരിൽ നിന്നാണ് ഈ ചിന്തകൾ തന്നെ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈജിപ്തിലൊക്കെ ഫാത്തിമിയ വിഭാഗം, ഫാത്തിമിയാക്കൾ എന്ന് പറയുന്നത് ഷിയാക്കളിലെ ഒരു വിഭാഗമാണ്. ഈ ഫാത്തിമിയ വിഭാഗം ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഭരണം നടത്തുന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ ഒരു നബിദിനാഘോഷം എന്നൊക്കെ പറയുന്ന ചില രീതികളും സമ്പ്രദായങ്ങളും ഇസ്ലാമിക സമൂഹത്തിൽ നടാടെ കടന്നു വരുന്നത് എന്നതും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. പലപ്പോഴും രാജാക്കന്മാരും ഭരണാധികാരികളുമൊക്കെ പൊതുജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ചില പൊടിക്കൈകൾ പ്രയോഗിക്കാറുണ്ട്. അവരുടെ വികാരങ്ങളെ ആകർഷിക്കുക, അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ നടത്തി അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ എല്ലാം സപ്പോർട്ടും അവരുടെ പിന്തുണയും ആർജിക്കുക, അങ്ങനെ അത് മുഖേന അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വെള്ളപൂശുക, ഇത് ഭരണാധികാരികളായ ആളുകളുടെ എക്കാലത്തുമുള്ള ചില ജാടകളാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വൈകാരികമായിട്ട് പ്രാധാന്യം തോന്നുന്ന വിഷയങ്ങളെ അവർ പൊലിപ്പിച്ചു കാണിക്കുകയും അങ്ങനെ അതിന്റെ ആളുകളാണ്, അതിന്റെ അയ്യാളന്മാരാണ് എന്നുള്ള രൂപത്തിൽ രംഗത്ത് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ സമൂഹത്തിന്റെ വലിയ ഒരു കാര്യമാണ് ഈ വിഭാഗം നിർവഹിക്കുന്നത് എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഭരണാധികാരികളുടെ ചില സൂത്രങ്ങളിലും അവരുടെ തന്ത്രങ്ങളിലും പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഒരു ഭാഗമായി കൊണ്ടാണ് നബിദിനാഘോഷങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകുന്നതാണ്. അപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തിരുമേനിയുടെ പ്രത്യേകമായ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയോ ഒരു നിർദ്ദേശം നൽകുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വയം അത് നടപ്പാക്കി കാണിച്ചു തരികയോ ചെയ്യുന്ന ഒരു രീതിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഇത്തരം ആചാരങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെ അതിന്റെ വേലി കടന്നുകൊണ്ട് അത് പിഴവുകളിലേക്കും അബദ്ധങ്ങളിലേക്കും പോവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് തടയിടാനുള്ള ശ്രമങ്ങളാണ് പ്രവാചകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും തന്റെ സമൂഹത്തോട് കഴിഞ്ഞുപോയ സമുദായങ്ങൾ പിഴച്ചുപോയത് ഉലൂവ് കൊണ്ടാണ് എന്ന് പ്രത്യേകം ഉണർത്താറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും, നബിയെ ഈ മറ്റ് മതവിശ്വാസികളുണ്ടല്ലോ, അഹ്ലി കിതാബുകാർ, വേദക്കാർ,
അവരോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ മതകാര്യങ്ങളിൽ അതിര് വിട്ടു പോകരുത്, അതിന്റെ പരിധികൾ ലംഘിക്കരുത് എന്നവരോട് പറയണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് ഇയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ, ഇയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പ്രവാചകൻ ഉണർത്താറുണ്ടായിരുന്നു. പലപ്പോഴും നിങ്ങൾ സദുദ്ദേശം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ അത് പലപ്പോഴും അബദ്ധമായിരിക്കും, പരിധിയുടെ അപ്പുറത്തായിരിക്കും. അത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ ഉപദേശിക്കാറുണ്ടായിരുന്നു. എന്റെ ഖബറിടങ്ങളെ അത് ഒരു ആഘോഷ സ്ഥലമാക്കി നിങ്ങൾ മാറ്റരുത്. ലാ തജഅലു ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഒരു ഉത്സവ സ്ഥലമാക്കരുത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ പലപ്പോഴും നിങ്ങൾ എന്നോടുള്ള സ്നേഹം അതിര് കവിഞ്ഞ് പലപ്പോഴും അതിൽ പിശാച് കൂടി ഇടപെട്ടുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അത് ഒരു വേള എന്റെ ഖബറിടത്തെ ഒരു ഉത്സവ സ്ഥലമാക്കുകയും അവിടെ നിങ്ങൾ ഇങ്ങനെ ആഘോഷങ്ങൾ കൊണ്ടാടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ചെയ്യരുത്, അത് ഉലുവാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞില്ല, തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഈസബിന മറിയം, ഈസബിന മറിയമിനെ, മറിയമിന്റെ മകൻ ഈസയെ നസാറാക്കൾ, ക്രിസ്ത്യാനികൾ അമിതമായി ആദരിച്ചതുപോലെ, പരിധി വിട്ട് ബഹുമാനിച്ചതുപോലെ നിങ്ങൾ എന്നെ പരിധി വിട്ട് ബഹുമാനിക്കരുത്. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തോടുള്ള പ്രേമം മൂത്തതിന്റെ പേരിലാണല്ലോ, അല്ലാതെ അദ്ദേഹത്തെ വെറുത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കാത്തതിന്റെ പേരിലോ അല്ല. സ്നേഹം മൂത്ത് പരിധി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും എന്നെ കൊണ്ടെത്തിക്കരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഉമ്മത്തിനെ പ്രത്യേകമായി ഉണർത്തിയിട്ടുണ്ട്. ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഈസബിന മറിയം വലാകിൻ ഖൂലു റസൂലുള്ളാഹ്, നിങ്ങൾ പറയുക അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ മതി, അള്ളാന്റെ റസൂൽ എന്ന് ഉപയോഗിച്ചാൽ മതി. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ നിങ്ങളെയൊക്കെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് ആഹാരം വേണം, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് കുടുംബം വേണം. അങ്ങനെ മാനുഷികമായ എല്ലാ വികാരങ്ങളും എല്ലാ തരത്തിലുള്ള ഇച്ഛകളും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ഒരിക്കലും തന്നെ നിങ്ങൾ പരിധി വിട്ട് ബഹുമാനിക്കുകയോ ആദരിക്കുകയോ അല്ലെങ്കിൽ എന്റെ യഥാർത്ഥ നിലപാടിൽ നിന്ന് മാറ്റി വേറൊരവസ്ഥയിലേക്ക് എത്തിക്കുകയോ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉപദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു സഹാബി അബദ്ധവശാൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അള്ളയും അങ്ങും എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ നടക്കുകയുള്ളൂ, അത് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപാകുലനാവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ മദ്ഹ് കേട്ട് സ്വയം പുളകിതനാവുകയും ഞാൻ അല്പം ഉയർന്നിരിക്കുന്നു എന്ന ഒരു തോന്നൽ പ്രവാചകനുണ്ടാവുകയും അല്ല ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായ സ്വരത്തിൽ താക്കീത് ചെയ്യുകയുണ്ടായി. അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയോ, അള്ളാഹുവിന് സമനാക്കിയിട്ടാണോ നീ എന്നെ കണ്ടത് എന്ന് അദ്ദേഹത്തോട് കോപാകുലനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. അപ്പോൾ എവിടങ്ങളിലൊക്കെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ പ്രവാചകത്വത്തിന്റെ ആ നിലപാടിൽ നിന്നും ഒരു മനുഷ്യൻ എന്നതിന്റെ ഒരു നിലപാടിൽ നിന്നും ഉയർത്തി കാണുന്ന ഒരു സാഹചര്യങ്ങൾ പ്രകടമാകുമ്പോൾ അവിടങ്ങളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയും അതിനെ തെറ്റുകൾ തിരുത്തിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് ഒരു അപ്പുറം അവർക്കില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും പ്രവാചകനെ അനുസരിക്കുകയും പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ ശിരസാ വഹിക്കുകയും
പ്രവാചകനും ആ പ്രവാചകന്റെ ദീനിനും വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുക എന്നുള്ളതാണ്. കേവലം നാവ് കൊണ്ട് പാടിപ്പുകഴ്ത്തുകയും അങ്ങനെ പാടിപ്പുകഴ്ത്തി പലപ്പോഴും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സ്ഥാനത്തേക്ക് പ്രവാചകനെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല, അംഗീകരിച്ചിട്ടുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നും തന്നെ നമ്മുടെ ആളുകൾ പാടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വരികളിൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾക്ക് കടകവിരുദ്ധമായ, തൗഹീദിനും ഇസ്ലാമിന്റെ ആദർശങ്ങൾക്കും ഒരിക്കലും യോജിക്കാത്ത രീതിയിലുള്ള വരികൾ അവയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇമാം ബൂസിരിയുടെ ബുർദ എന്ന് പറയുന്ന ബൈത്തിലെ ചില വരികൾ സാധാരണ നമ്മുടെ പള്ളികളിൽ നിന്നെല്ലാം തന്നെ നിർബാധം ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ആ വരികൾ യാ അക്റമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുദൂസിൽ ഹാദിസിൽ അമമി ഫഇന്ന മിൻ ജൂദിക ദുനിയാ വലറതുഹാ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയുന്ന വരികളാണിവ. ഇവയുടെ അർത്ഥം യാ അക്റമൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയനായവനെ, മാലിമൻ അലൂദു ബിഹി സിവാക്ക, എനിക്ക് അഭയം തേടാൻ താങ്കളല്ലാതെ വേറെ ആരാണുള്ളത്? എനിക്ക് അഭയം തേടാനും എനിക്ക് സമർപ്പിക്കാനും എനിക്ക് രക്ഷ തേടാനും താങ്കളല്ലാതെ മറ്റാരാണുള്ളത്? ഇൻദ ഹുദൂസിൽ ഹാദിസിൽ അമമി, എന്നെ മുഴുവനായി പിടിച്ചുകുലുക്കി ബാധിക്കുന്ന അപകടങ്ങൾ സംഭവിക്കുമ്പോൾ എനിക്ക് രക്ഷ തേടാൻ താങ്കളല്ലാതെ വേറെ ആരാണുള്ളത് എന്ന് അതിലെ ഒന്നാമത്തെ വരി പറയുന്നു. രണ്ടാമതായി ഫഇന്ന മിൻ ജൂദിക ദുനിയാ വലറതുഹാ, അങ്ങാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിനെയും അതിനപ്പുറത്തുള്ള ലോകത്തെയും എല്ലാം തന്നെ സൃഷ്ടിച്ച് സംവിധാനിച്ച് തന്നത്. താങ്കളുടെ ഔദാര്യമാണ് അവയെല്ലാം. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, അതുപോലെ തന്നെ താങ്കളുടെ വിജ്ഞാനത്തിൽ നിന്നാണ് ലൗഹുൽ മഹ്ഫൂദിലെ വിജ്ഞാനവും കലമിന്റെ വിജ്ഞാനവും ഉണ്ടായത്. അഥവാ പ്രവാചകന്റെ വിജ്ഞാനത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ വിജ്ഞാനം ഉണ്ടായത് എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും അന്ധമായ, ഏറ്റവും അനിസ്ലാമികമായ ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങളോടും അതിന്റെ അധ്യാപനങ്ങളും ഒരു നിലക്കും യോജിക്കാത്ത തരത്തിലുള്ള വരികളാണ് നമ്മുടെ പള്ളികളിൽ നിന്നും അതുപോലെയുള്ള സദസ്സുകളിൽ നിന്നും പ്രവാചകന്റെ മദ്ഹ് എന്നുള്ള രൂപത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആളുകൾ ഹുബ്ബുർ റസൂൽ എന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്കും കൽപ്പനകൾക്കും തികച്ചും വിരുദ്ധമായ രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതൊരു തരത്തിലുള്ള പ്രവാചകന്റെ സ്നേഹമാണ് നമ്മോട് താല്പര്യപ്പെട്ടിട്ടുള്ളത്, ആവശ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത് ഇങ്ങനെയുള്ള ഒരു കപടമായ രീതിയിലുള്ള ഭക്തിപ്രകടനമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കലോ അല്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവാചകന്റെ വഴിയിൽ പ്രവാചകന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ സന്നദ്ധമാവുകയും അങ്ങനെ അതിനപ്പുറം അവന് സ്വന്തമായ ഒരു ഇച്ഛയോ സ്വന്തമായ ഒരു താല്പര്യമോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അവൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സാക്ഷാൽ ഹുബ്ബുർ റസൂലിന്റെ താല്പര്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ലോകം ഉയരുകയും അതാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയുമെങ്കിൽ അവരിങ്ങനെയുള്ള ഇന്നത്തേതുപോലെയുള്ള ഒരു ദൈന്യാവസ്ഥയിലോ ഒരു പരാജയത്തിലോ ഒരിക്കലും തന്നെ പോയി ചാടേണ്ടി വരുമായിരുന്നില്ല. നേരെ മറിച്ച് വാക്കുകൾ കൊണ്ട് അധരസേവ നടത്തുകയും അതേ അവസരത്തിൽ പ്രവാചകനെയും പ്രവാചകന്റെ ദീനിനെയും ഒക്കെ അതിന്റെ പാട്ടിലൂടുകയും ചെയ്യുന്ന ഒരു സമീപന രീതി മുസ്ലിം സമൂഹം സ്വീകരിക്കുകയും ഇങ്ങനെയുള്ള കപടമായ സ്നേഹപ്രകടനങ്ങളിലൂടെ അവർ തങ്ങളുടെ ബാധ്യതകൾ തീർന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം ഈ ദാരുണമായ അവസ്ഥയിൽ എത്തിപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനങ്ങളും ആ പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസങ്ങളുമൊക്കെ നമ്മൾ സ്വീകരിക്കുകയും
അതിനെ സ്മരിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇസ്ലാമികമായ ആവേശങ്ങളും ആ പ്രവാചകന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് മടങ്ങാനുള്ള വികാരങ്ങളുമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹിയോട് കൂടി അണിനിരക്കുകയും അദ്ദേഹത്തിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഉമ്മത്തുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.